എനിക്കുണ്ടല്ലോ ഈ ചിക്കനൊന്നും വെക്കാൻ അറിയില്ല കേട്ടോ. ഞാൻ എങ്ങനെ വെച്ചാലും അതൊരു സാമ്പാറിൻ്റെ ടേസ്റ്റാന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാവരും എന്നെ കളിയാക്കും. അപ്പോൾ കളിയാക്കൽ കൂടിയപ്പോൾ ഞാൻ ആ പരിപാടി അങ്ങോട്ട് നിർത്തി. ഇപ്പോൾ കംപ്ലീറ്റ് യൂട്യൂബ് ചാനലിൽ ഇരുന്നിട്ട് കണ്ടിട്ട് ആ ഒരു കോൺഫിഡൻസിൽ വന്നിട്ട് ഉള്ള പരിപാടിയാണിത്. എല്ലാതും കൂടെ മിക്സായ കാരണം ഇതിൻ്റെ അളവും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഇത് കംപ്ലീറ്റ് എൻ്റെ ഇഷ്ടത്തിനാണ് ഇട്ടിട്ടുള്ളത്. ഒക്കെ മനപ്പാടാക്കി വെച്ചെങ്കിലും നമുക്കൊരു കൈയളവുണ്ടല്ലോ, ആ അളവിലാണ് ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. പിന്നെ നിങ്ങൾ വിചാരിക്കും ഞാനൊരു സസ്യാഹാരിയാണെന്ന്. സസ്യാഹാരി എന്നുള്ളതല്ല, ഞാൻ ചിക്കനൊക്കെ നന്നായി കഴിച്ചിരുന്നു. എൻ്റെ വല്യമ്മയുടെ മോളെ എൻഗേജ്മെൻറ്റിനെ അന്ന് എനിക്കൊരു 10 വയസ്സ്, ഞാൻ 5ൽ പഠിക്കുമ്പോൾ വന്ന ചേട്ടന്മാരെ കൂടി ഇരുന്നിട്ട് ഭക്ഷണം കഴിച്ചതാണ്, പൊറോട്ടയും ചിക്കനും. അപ്പോൾ ചെറിയ പ്ലേറ്റ് അല്ലേ, അപ്പോൾ അതിൽ എൻ്റെ കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ പുറത്തേക്ക് ഇറങ്ങാൻ നിവൃത്തിയില്ല. കാരണം ഇവരെല്ലാവരും എണീക്കാൻ പറ്റില്ല എനിക്ക്. അപ്പോൾ അതിൻ്റെ ഇടയിൽ പെട്ടപ്പോൾ ഈ ചേട്ടന്മാരുടെ ഭക്ഷണം കഴിക്കുന്ന പ്ലേറ്റിലത്തെ വേസ്റ്റൊക്കെ എൻ്റെ കയ്യിൽ കിട്ടും. അപ്പോൾ എല്ലാം കൂടെ ഒരു കുന്നുപോലെ ആയപ്പോൾ അതിൽ കാണുന്ന ആൾക്കാർ ഫുള്ള് എന്നെയും നോക്കുക, പ്ലേറ്റ് നോക്കുക, എന്നെയും നോക്കുക, പ്ലേറ്റ് നോക്കുക. അന്ന് ഞാൻ വൈകിട്ട് കംപ്ലീറ്റ് ഛർദ്ദിച്ചു. പിന്നെ അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ ഈ സാധനം തൊട്ടിട്ടില്ല. ഏതാണ്ട് ഒരു 28 വർഷമാവാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഞാനിപ്പോൾ പിള്ളേരൊക്കെ അതിന് ശേഷം ഉണ്ണേട്ടനുമൊക്കെ ഇത് ഇഷ്ടമാണല്ലോ. അപ്പം ഞാൻ കുറച്ച് കാലം മുൻപൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിരുന്നു. പക്ഷേ പിന്നെ തീരെ ടച്ചില്ലാണ്ടായപ്പോൾ തീരെ എങ്ങനെ വെച്ചാലും ശരിയാവാണ്ടായി. അപ്പോൾ ഓരോ പ്രാവശ്യം വെക്കുമ്പോഴും ഓരോ തരമാണ്. ഒരു സ്ഥിരമായിട്ടുള്ളൊരു വെപ്പ് എനിക്കില്ല. ഇപ്പോൾ 2 വർഷത്തോളമായിട്ട് ഞാൻ തീരെ വെക്കാണ്ട് ഇപ്പോഴാണ് ഞാൻ വെക്കണത്. അതും എന്തോരെന്ന് വെച്ചിട്ട് കടയിൽ നിന്നൊക്കെ മേടിക്കുക. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ. പിന്നെ ഇതിന് കോമ്പിനേഷനായിട്ടുള്ളത് പുട്ടാണ്. ഈ പുട്ടിൻ്റെ റെസിപ്പി ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഇത് അടിപൊളി പുട്ടാണ്, നല്ല ടേസ്റ്റുള്ളൊരു പുട്ടാണ്. നമ്മൾ വീട്ടിലുള്ള അരി കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാനത് കാണിക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക,